ഗുഡ് മോർണിംഗ് ഡയാന. എന്തെടുക്കുന്നു? രാവിലെ തന്നെ മൊബൈലിലാണോ? കണ്ടോ ഡയാന, സാറ രാവിലെ തന്നെ നല്ല പ്രാർത്ഥനയിലാണ്. ഡയാനയുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? ഓ, എനിക്ക് ഈ പ്രാർത്ഥനയിലൊന്നും വലിയ വിശ്വാസമില്ല. അതെന്താണ് അങ്ങനെ? ഇയാൾക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ലേ? എന്തോന്ന് വിശ്വാസം? എന്റെ പപ്പ ഒരു വലിയ ദൈവവിശ്വാസിയായിരുന്നു. പക്ഷെ ഞാനും എന്റെ ചേട്ടൻ ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് വളർന്നത്. മമ്മിക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു കാര്യവും നോക്കാനൊട്ട് നേരവുമില്ല. ജീവിത സാഹചര്യങ്ങളാണ് നമ്മളെ ദൈവവിശ്വാസികളും നിരീശ്വരവാദികളും ഒക്കെ ആക്കുന്നത്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നത്? ഡയാനയുടെ ജീവിതത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലായിരിക്കുമല്ലേ? എന്റെ ജീവിതത്തിലോ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പപ്പയ്ക്ക് ബിസിനസ്സായിരുന്നു. ബിസിനസ് പരാജയപ്പെട്ടപ്പോൾ മമ്മി ഞങ്ങളെ ഉപേക്ഷിച്ചു. ചേട്ടനാണെങ്കിൽ മയക്കുമരുന്ന് അടിമയുമാണ്. ഞാനും ഇപ്പൊ എന്തു പറയാനാ? ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളോടൊപ്പം നിൽക്കാനും ആ സമയത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല. ഡയാന പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, വീട്ടിൽ എല്ലാവരും ഒരുപോലെ ദൈവവിശ്വാസത്തിൽ ഉറച്ച് ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ വീട്ടിലെ പല പ്രശ്നങ്ങളും ഒഴിവാകുമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അല്ല, നിങ്ങൾക്ക് വരെ പണിയൊന്നുമില്ലേ? നോക്കിക്കേ, എന്റെ അമ്മയാണ് വിളിക്കുന്നത്. ഇപ്പോൾ അവർക്ക് എന്നെ കാണണം പോലും. എനിക്ക് എന്റെ അമ്മയുടെ വെറുപ്പാണ്. ഐ ഹേറ്റ് ഹർ. ഐ ഡോണ്ട് വാണ്ട് ടു സീ ഹർ. അങ്ങനെ പറയാതെ ഡയാന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഉത്തരം കിട്ടാതെ പോവുകയില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന ജീവനുള്ള ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ ഒരു സ്നേഹം. എന്താ സാറ, ശ്വാസം മുട്ടലുണ്ടോ? മരുന്ന് തരട്ടെ? വേണ്ട, ഇത്തിരി വെള്ളം നിന്നാ മതി. ഓ, തരാമല്ലോ. ആശ്വാസമായി സിസ്റ്ററെ. താങ്ക് യു. ഞാൻ വന്നപ്പോൾ സാറ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? പ്രാർത്ഥനയാണ് എന്റെ ആശ്രയം. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, അത് ഒരു മരുന്നിനും തരാൻ കഴിയില്ല. എന്നാ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലെങ്ങനെ ഇരുന്നാൽ പോലെ? ഹോസ്പിറ്റലിൽ വരേണ്ട വല്ല കാര്യമുണ്ട്? നോക്കട്ടെ സാറ. സഹിക്കാൻ പറ്റാത്ത വേദന, തല പൊട്ടിപ്പോകുന്ന പോലെ. സിസ്റ്ററെ, ഒന്നിക്ക് വന്നേ. ഓക്കെ ഡയാന. വേദനയ്ക്കുള്ള മരുന്ന് തരാം കേട്ടോ. നശിച്ച വേദന എന്നെ കൊണ്ടേ പോകും. എനിക്ക് 38 വയസ്സ് വരെ ആയുസുള്ളൂ എന്ന് ഒരു കൈനോട്ടക്കാരൻ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. ആഹാ, കൊള്ളാമല്ല. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ കൈനോട്ടക്കാർ പറയുന്നത് വിശ്വസിക്കണം. അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ? ഈ മരുന്ന് കഴിക്കുമ്പോ തലവേദനയൊക്കെ മാറിക്കോളും. ഡയാനയുടെ പ്രായം പറഞ്ഞപ്പോഴാണ് ഒരാളെ പറ്റി പെട്ടെന്ന് ഓർമ്മ. 38 വർഷത്തെ പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കർത്താവ് സുഖപ്പെടുത്തിയ തളർവാദ രോഗിയെ പറ്റി നമ്മുടെ ബൈബിളിലുള്ള കഥ ഡയാനയ്ക്ക് അറിയില്ലേ? അതൊക്കെ വെറും കെട്ടുകഥകളായിരിക്കും. അതൊന്നും വെറും കെട്ടുകഥകളല്ല കേട്ടോ. ഏതായാലും ഇപ്പോൾ അധികം ചിന്തിക്കാതെ തലയ്ക്ക് വിശ്രമം കൊടുക്കൂ. ഞാൻ പോയിട്ട് പിന്നെ വരാം. സാറാ, ഡയാനയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണേ. അതെ അതെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ല ഡയാന, നമ്മുടെ കർത്താവിന് പരിഹരിക്കാനാകാത്ത ഒരു പ്രശ്നവുമില്ല.
വേദന മാറുമ്പോൾ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചു നോക്കണേ. അപ്പോൾ ഡയാനയ്ക്ക് മനസ്സിലാകും തളർവാദ രോഗിയെ നമ്മുടെ കർത്താവ് എങ്ങനെ സുഖപ്പെടും. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്താണ് ജോൺ, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? എന്റെ ദൈവത്തോട്. നിനക്കറിയാമല്ലോ, 38 വർഷമായി ഞാനിവിടെ കിടക്കുന്നു. എത്രയോ രോഗികൾ സുഖപ്പെട്ട് സന്തോഷത്തോടു കൂടി പോകുന്നു. ഇവിടെ കിടന്ന് നരകിക്കാനാണോ ദൈവമേ എന്റെ വിധി? ഓ, ഇത് ആരെയും കൊണ്ട് നടന്നെന്റെ നാടോടുന്നു. കാണിക്കാത്ത വൈദ്യന്മാരില്ല. അപ്പോഴാ ഇവിടെ ഏതാണ്ടൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേട്ടത്. ഒന്ന് നോക്കാൻ ഓർത്തു വന്നതാ. ഏതാണ്ടൊക്കെയോ? അങ്ങനെ പറയരുത് സഹോദരി. വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണിത്. ചില സമയങ്ങളിൽ ഒരു ദൈവദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കും. അപ്പോൾ ആദ്യം കുളത്തിൽ ഇറങ്ങുന്നയാൾ സുഖം പ്രാപിക്കും. ഓഹോ, അല്ല, നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്നോ? നല്ല കാര്യം. കഴിഞ്ഞ 38 വർഷമായിട്ട് കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, അങ്ങനെ എത്രയോ പേരെന്റെ കൺമുമ്പിൽ സുഖപ്പെട്ട് സന്തോഷത്തോടെ കൂടെ പോകുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നു. 38 വർഷമായിട്ടോ? എന്നിട്ട് ഇയാൾക്ക് എന്തു പറ്റി? ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നേ? എനിക്ക് ഈ ശരീരം വെച്ചിട്ട് എങ്ങനെ ഒന്നാമനാകാൻ കഴിയും? എന്നെ സഹായിക്കാനാണെങ്കിൽ ആരും ഒട്ടില്ലതാണ്. ഞാനും ഒരു നല്ല നാളിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അത് ശരി. അപ്പൊ മാലാഖയുടെ അടുത്ത വരന് ആദ്യമേ തന്നെ ഇതിയാനെ എടുത്ത് ഞാൻ വെള്ളത്തിലിടും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. മനുഷ്യന് വയ്യാണ്ടായാൽ പിന്നെ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അല്ല, നീ വിശ്വസിക്കുന്നുണ്ടോ ഈ പറഞ്ഞതുപോലെ വല്ലതും നിന്നിൽ സംഭവിക്കുമെന്ന്? കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? എന്തു പ്രതീക്ഷിച്ചാണ് ഇവിടെ കിടക്കുന്നത്? ഞങ്ങൾ രോഗശാന്തി കാത്തു കിടക്കുകയാണ് ഗുരു. ഗുരു, ഇവൻ വളരെ കാലമായി ഇവിടെ കിടക്കുന്നു. ഞാൻ അറിയുന്നു. ജോൺ, നിനക്ക് സുഖം പ്രാപിക്കാൻ മനസ്സുണ്ട്. എനിക്ക്? യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കുവാനായിട്ട് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുൻപായി വേറൊരുത്തൻ ഇറങ്ങുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. എനിക്ക് എന്റെ കാലുകൾ അനക്കാം. ഞാൻ സുഖപ്പെട്ടു. യജമാനനെ, നീ ആരാണ്? ഗുരു, ഈ പാപിയായ എന്നോട് ക്ഷമിക്കൂ. നീ ഞങ്ങൾക്ക് പ്രത്യാശ നൽകി. നന്ദി ഗുരു, നന്ദി. രോഗശാന്തി ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനുമാണ്. സമാധാനത്താലെ പോയി നിങ്ങളുടെ വിശ്വാസം പങ്കുവെക്കും. ദൈവത്തിന്റെ വലിയ ശക്തിയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വസിക്കുക, പ്രത്യാശ കൈവിടാതിരിക്കുക. നേരത്തെ തന്നെ എത്തിയോ? ആ, ഇതാരാ? എലീഷ ആന്റിയോ? പിന്നെ എപ്പോഴേ എത്തി. ഡയാനല്ലേ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഒന്നാമത്. ഗുഡ് കേർ. ഇപ്പോൾ ഡയാനയ്ക്ക് മനസ്സിലായില്ലേ എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കുന്ന ഒരു രക്ഷകൻ നമുക്കുണ്ട് എന്ന്?
നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുന്നതായ ഒരു ദൈവം. എല്ലാം മനസ്സിലായി ആന്റി. ഇപ്പോൾ എൻ്റെ മനസ്സിനും ശരീരത്തിനും വളരെ സുഖവും സമാധാനവുമുണ്ട്. എൻ്റെ മനസ്സിലെ ദേഷ്യമെല്ലാം മാറി. എനിക്കിപ്പോൾ ആരോടും ഒരു ദേഷ്യവുമില്ല. നിങ്ങൾ എന്നെ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞാനും ഇപ്പോൾ ഒരു ഉറച്ച ദൈവവിശ്വാസിയാണ്. എലീശയെയാണ് ഡയാന പ്രതി ഏറ്റവും അധികം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. ഡയാനയ്ക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഓ, നിനക്കാരാ ഗസ്റ്റ്? വാ വാ, കയറി വരൂ. ഓ, എന്റെ മമ്മിയോ? എന്നോട് ക്ഷമിക്കും മമ്മി. ഞാൻ മമ്മിയെ ഒരുപാട് വേദനിപ്പിച്ചു. ഇന്നിപ്പോൾ ഇവരുടെ പ്രാർത്ഥന എന്നെ ശാരീരികവും ആത്മീയമായി സുഖപ്പെടുത്തി. ഇവരെന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഇവര് തന്നെയാണ് മോളെ എന്നെയും എന്റെ തെറ്റുകൾ മനസ്സിലാക്കിപ്പിച്ച് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഇവരാണ് മോളെ നമ്മളെ വീണ്ടെടുക്കാൻ ദൈവം അയച്ച ഭൂമിയിലെ മാലാഖമാർ. Bethsaida, the house of mercy. ലഘുചിത്രീകരണം ഇവിടെ അവസാനിക്കുന്നു. ഈ ലഘുചിത്രീകരണം ഇവിടെ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്ന എല്ലാവരോടും, അതോടൊപ്പം ഇത് അവസാനം വരെ ക്ഷമയോടെ കണ്ടിരുന്ന ഏവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ജോലി തിരക്കിനിടയിലും പരിമിതമായ സമയത്തിൽ തയ്യാറാക്കിയ ഈ സ്ഥിതിയിൽ വന്നു ചേരുന്നുള്ള പരിമിതികൾ നിങ്ങൾ സദയം ക്ഷമിക്കണമേ എന്ന് അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം OMF പ്രവർത്തകർ സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഷാർജ. വളരെ മനോഹരമായ ഒരു സ്കിറ്റ് നമ്മൾക്ക് പ്രദാനം ചെയ്ത OMF-നുള്ള നന്ദിയും സ്നേഹവും. OMF-ന്റെ സ്കിറ്റിൽ പങ്കെടുത്തവർ ആനിയായി, ജയാസാം, ലവ്ലി എലിസബത്ത് തോമസ്, നിഷാൻ ജോഷി, രാജി ബിജു